ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണമൊരുക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ആശയക്കുഴപ്പം. പാർട്ടി അന്വേഷണ സമിതിയെ നിയമിക്കണമായിരുന്നുവെന്നും അതിന്റെ അടിസ്ഥാനത്തിലാകണമായിരുന്നു നടപടിയെന്നുമാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. പരാതി രേഖാമൂലം ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് സമിതി നിയോഗിക്കാതിരുന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും ഇവർ അഭിപ്രായപ്പെടുന്നു. അതേസമയം അന്വേഷണം നടക്കുന്നതിന് മുമ്പ് വിധി കൽപ്പിക്കേണ്ട കാര്യമില്ലെന്നും ഇതുവരെ രേഖാമൂലം പരാതിയുമില്ലെന്നുമാണ് കെ മുരളീധരന്റെ നിലപാട്. മുരളീധരന്റെ വാക്കുകൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു അൺഅറ്റാച്ച്ഡ് മെമ്പറാണ് അദ്ദേഹത്തിന്റെ ഈ സഭാ നടപടികളുടെ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഇനി തീരുമാനമെടുക്കേണ്ട സ്പീക്കറാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് സബ്മിഷൻ ഉന്നയിക്കണമെങ്കിൽ അനുവാദം കൊടുക്കണോ വേണ്ട എന്ന് സ്പീക്കർക്ക് തീരുമാനിക്കാം. പ്രാസംഗികരുടെ ലിസ്റ്റിൽ കോൺഗ്രസിന്റെ ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടാവില്ല. എന്നാൽ സ്പീക്കറുടെ അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തിന് അവസരം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതവർ ചെയ്തോട്ടെ. അതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ അസംബ്ലിയിൽ ചെന്നാൽ അദ്ദേഹത്തിനെ കയ്യേറ്റം ചെയ്യുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. വേണമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ ഭരണകക്ഷിയുടെ ആൾക്കാർ ചിലപ്പോൾ പൂവൻകോഴിയുടെ ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ ഇവിടുന്ന് മുകേഷ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ശശീന്ദ്രൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പൂച്ചയുടെ ശബ്ദം ഉണ്ടാവും. അങ്ങനെയുള്ള ചില ശബ്ദങ്ങളല്ലാതെ മറ്റൊരു അനിഷ്ട സംഭവം ഉണ്ടാവില്ല. അവിടെ ശരിക്കുള്ള കോഴികളുണ്ടല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം അവരുടെ പേരിൽ റിട്ടേൺ കംപ്ലൈന്റ് ഉണ്ട്. 2 കംപ്ലൈന്റ് മുകേഷിനെതിരായിട്ടുണ്ട്. ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് റിട്ടേൺ കേസില്ല. അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സഭയിൽ പങ്കെടുക്കുന്നതിന് ഒരു തകരാറുമില്ല. രാഹുലിനെതിരായ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയ 2 പേരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. ഇതോടുകൂടി അന്വേഷണ സംഘവും പുതിയ നീക്കം ആരംഭിക്കുകയാണ്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, 2 കാര്യങ്ങളാണ്. ഒന്ന്, കോൺഗ്രസിനകത്ത് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസം എന്താണ്? അന്വേഷണ സംഘം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കുറേ പരിഹാരം ഉണ്ടായിരുന്നു എന്ന വാദമാണോ? കാരണം രാഹുലിനെ ന്യായീകരിച്ച്, രാഹുലിന് വെള്ളപൂശി, രാഹുലുമായുള്ള അകൽച്ച കുറച്ച് കോൺഗ്രസ് ഒരു നിലപാടെടുക്കുന്നു എന്ന സൂചനയിലിടയ്ക്കിടെയാണ് ഇത്തരമൊരു അഭിപ്രായങ്ങൾ പുറത്തു വരുന്നത്. ഒരു വിഭാഗം നേതാക്കൾ അത്തരമൊരു അഭിപ്രായം രേഖപ്പെടുത്തുന്നതേ ഉള്ളൂ. പാർട്ടിയുടെ മുഴുവൻ അഭിപ്രായം അങ്ങനെയല്ല. VD സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ എടുത്ത നടപടി ഉചിതമായ നടപടിയാണ്. അങ്ങനെ ഒരു നടപടി അപ്പോൾ കൈക്കൊണ്ടായിരുന്നില്ലെങ്കിൽ അത് പാർട്ടി മുഴുവൻ ഇതിന് വില കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നുവെന്ന നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. രമേശ് ചെന്നിത്തലയും അതേ അഭിപ്രായത്തിലാണ്. കാരണം ഈ വിഷയത്തിന്റെ ഗൌരവം നേരിട്ട് മനസ്സിലാക്കിയതാണ് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം തന്നെ അത് ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചതുമാണ്. അങ്ങനെ അന്നൊരു നടപടി എടുത്തില്ലായിരുന്നെങ്കിൽ അത് പാർട്ടി മുഴുവൻ അതിന് വില കൊടുക്കേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു എന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. പക്ഷേ A ഗ്രൂപ്പാണ് പ്രധാനമായി ഇങ്ങനെയൊരു അതൃപ്തി അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. അവിടെയും ഷാഫി പറമ്പിൽ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോഴും സംരക്ഷിക്കുന്നുവെന്ന ഒരു വിമർശനം പാർട്ടിക്കുള്ളിൽ വലിയൊരു വിഭാഗത്തിനുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെയൊരു അതൃപ്തി കൂടി മറനീക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പരാതി വരാത്ത പശ്ചാത്തലത്തിലാണ് പ്രത്യേക അന്വേഷണ സമിതിക്ക് രൂപം നൽകാത്തത് എന്നായിരുന്നു പാർട്ടി നേതൃത്വം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാട്. പക്ഷേ ഇങ്ങനെ പാർട്ടിയെ മുഴുവൻ പിടിച്ചുലയ്ക്കുന്ന വിവാദം അന്തരീക്ഷത്തിൽ ഇങ്ങനെ വലിയ തരത്തിൽ ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യത്തിൽ പരാതിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ തന്നെ പാർട്ടി ആഭ്യന്തര അന്വേഷണ സമിതിയെ നിയോഗിക്കണമായിരുന്നുവെന്നും ഇത് സംബന്ധിച്ചുള്ള വാർത്തകളുടെ അടിസ്ഥാനം എന്താ എന്നതിൽ ഉറപ്പുവരുത്തണമായിരുന്നെന്നും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെ നടപടി സ്വീകരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോഴുണ്ടായ വിവാദങ്ങൾ ഉണ്ടാകില്ലായിരുന്നുവെന്നുമാണ് ഒരു വിഭാഗം നേതാക്കൾ അവകാശപ്പെടുന്നത്. അതായത് ഇപ്പോൾ ഇരയായിട്ടുള്ള ആളുകൾ നേരിട്ട് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ അവരിലേക്ക് എത്തുന്നതിന് വേണ്ടി നിയമപരമായ വഴികൾ ക്രൈംബ്രാഞ്ച് ആരംഭിച്ചിട്ടുമുണ്ട്. അതിന്റെ തുടക്കമായിട്ടാണ് ഇന്ന് പരാതിക്കാരായ 2 പേരിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പരാതിക്കാരിലേക്ക്, അതായത് ഇരകളാണ് എന്ന് പറയുന്ന ആളുകളിലേക്ക്, യുവതികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തുക. അവരുടെ സമയം സാവകാശമൊക്കെ തേടുന്നുണ്ട് ഈ ഉദ്യോഗസ്ഥർ. അങ്ങനെ ഒരാഴ്ചക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ട നിയമപരമായ നടപടികൾ കുറച്ചുകൂടി ഉറപ്പുവരുത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമപരമായി കുരുക്കാനുള്ള ഒരു വഴിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തും എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഒരുപക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രതിരോധം തീർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ അനുകൂലികൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം ഇന്ന് സെപ്റ്റംബർ 1, സെപ്റ്റംബർ 15
നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുകയാണ്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തീർത്തും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനായി പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ അടക്കം പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് രാഹുലിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബോധപൂർവമായ നീക്കം എ ഗ്രൂപ്പിന്റെ പിന്തുണയോടെ നടക്കുന്നു എന്ന് വേണം പറയാൻ. പക്ഷേ അതിന് പാർട്ടിയിലെ മുഴുവൻ നേതാക്കളുടെയും പിന്തുണ ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഒപ്പം ഡാൻ, ഈ നിയമസഭാ സമ്മേളനം അടുത്ത മാസം സമ്മേളിക്കാനിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ കോൺഗ്രസിൽ ഈ ചർച്ചകൾ നടക്കുന്നത്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടേക്ക് നീങ്ങുമെന്ന സൂചനകളുണ്ടായിരുന്നു. ഇതിൽ കോൺഗ്രസ് അങ്ങനെ രാഹുലിന് ഒരു പിന്തുണ, ഒരു പരസ്യ പിന്തുണയുമായി രംഗത്തെത്താനുള്ള സാധ്യതയുണ്ടോ? ഇത്തരത്തിൽ രാഹുലിനെ എങ്ങനെ പിന്തുണയ്ക്കും എന്നതിൽ ആശയക്കുഴപ്പമുണ്ട്. അതിനിടയിൽ പരസ്യ പിന്തുണ രാഹുലിന് നൽകാനുള്ള ആലോചന കോൺഗ്രസിലുണ്ടോ? ചില നേതാക്കൾ, പ്രത്യേകിച്ച് UDF കൺവീനറും KPC പ്രസിഡന്റും ഒക്കെ അങ്ങനെ ചില കാര്യങ്ങൾ പരസ്യമാക്കിയിരുന്നല്ലോ. അതായത് ഈ പ്രശ്നങ്ങൾ, അതായത് ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പേരിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് വിധേയനാകേണ്ടി വന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതോടൊപ്പം പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രത്യേകമായി പാലക്കാടേക്ക് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലടക്കം നിർണായകമായ ഇടപെടൽ നടത്തിയ ഷാഫി പറമ്പിലിനെതിരെയും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ തരത്തിലുള്ളൊരു വിമർശനം ഉയരുന്ന സാഹചര്യമുണ്ടായി. സ്വാഭാവികമായി ഈ രണ്ടു പേരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ അകത്തു നിന്നും പുറത്തു നിന്നുമൊക്കെ വലിയ തരത്തിൽ ചർച്ചയായി മാറിയത്. പക്ഷേ അവിടേക്ക് പാർട്ടിയെ കൂടി എത്തിക്കുക എന്നൊരു രാഷ്ട്രീയ നീക്കമാണ് നടത്തുന്നത് ഇപ്പോൾ എന്ന് വേണം പറയാൻ. അതായത് ഇവരെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടിയുടേതാണ് എന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് എത്തിക്കാനുള്ള നീക്കം നടക്കുന്നതെന്നും അങ്ങനെ പാലക്കാട് എത്തിച്ചാൽ സ്വാഭാവികമായി അവിടെ BJP അടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെ UDFും BJPയും തമ്മിലുള്ള ഒരു നേർക്കുനേർ ഏറ്റുമുട്ടലായി അത് മാറുന്ന പശ്ചാത്തലം വരും. അതിന്റെ അലയൊലികൾ സംസ്ഥാനത്ത് മുഴുവനുണ്ടാകും. അങ്ങനെ ഇതിനൊരു കൃത്യമായ രാഷ്ട്രീയ പോരാട്ടമാക്കി മാറ്റുന്നതിനുള്ള നീക്കം കോൺഗ്രസിൽ ഒരു വിഭാഗം നേതാക്കളുടെ ഭാഗത്ത് നടക്കുന്നു. ആ നീക്കങ്ങളുടെ ഭാഗമായാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുന്നത്. പക്ഷേ അവിടെയും എല്ലാ നേതാക്കളും അതിനോട് പൂർണ്ണമായി യോജിക്കുന്നില്ല എന്നതാണ് വസ്തുത. കാരണം അന്വേഷണം തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. അവരൊരു കണ്ടെത്തലുകളിലേക്കും എത്തിയിട്ടില്ല. മൊഴി കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ എന്ന് അറിയത്തില്ല. നേരിട്ട് പരാതി കൊടുക്കുന്ന അതേ കോൺസിക്വൻസസ് തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘം മൊഴിയെടുക്കാൻ വരുമ്പോൾ ഈ പരാതി ശരിവെക്കുന്ന തരത്തിൽ, ഉയർന്നു കേൾക്കുന്ന പരാതി ശരിവെക്കുന്ന തരത്തിൽ ഏതെങ്കിലും യുവതികൾ മൊഴി നൽകിയാൽ ഇത് രണ്ടും ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം തുടർ നടപടികളിലേക്കും രാഷ്ട്രീയ പ്രതിരോധങ്ങളിലേക്കും ഒക്കെ നീക്കിയാൽ മതി എന്ന ബഹുഭൂരിപക്ഷം നേതാക്കളുടെയും പ്രവർത്തകരുടെയും അഭിപ്രായം അങ്ങനെ തന്നെയാണ്. അതിൽ ഒരു വിഭാഗം മാത്രമാണ് ഇപ്പോഴും രാഹുലിനെ സംരക്ഷിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ കടുത്ത അതൃപ്തി നിലനിൽക്കുന്ന ഒരു കാര്യം, ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നതിന് പിന്നാലെ പൊടുന്നനെ ഒരു നടപടിയിലേക്ക് കടക്കേണ്ടിയിരുന്നില്ല എന്ന കാര്യത്തിൽ ഒരു ഏകാഭിപ്രായമുണ്ട്. അവിടെ അവർ ഉയർത്തി കാണിക്കുന്ന കാര്യം, ആഭ്യന്തര അന്വേഷണ സമിതിയെ വെച്ച് ആ അന്വേഷണ സമിതി നടത്തുന്ന പ്രാഥമിക അന്വേഷണത്തിൽ ഈ പറയുന്ന പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയാൽ മാത്രം ഇങ്ങനൊരു നടപടിയിലേക്ക് കടന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സാഹചര്യം, ഈ ആരോപണം ഉയർന്നപ്പോൾ തന്നെ ഇങ്ങനെയൊരു നടപടി സ്വീകരിച്ചതിലൂടെ ഉയർന്നു കേട്ട ആരോപണങ്ങൾ ശരിയാണെന്ന് പാർട്ടി തന്നെ ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. അവിടെയാണ് ഒന്നും പ്രതിരോധിക്കാനില്ലാത്ത തരത്തിലേക്ക് ആ സാഹചര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് കോൺഗ്രസിനെ എന്നൊരു വിലയിരുത്തൽ ബഹുഭൂരിപക്ഷം നേതാക്കൾക്കുമുണ്ട് എന്നതാണ് വസ്തുത. യെസ്, അതാണ് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഇതിപ്പോൾ കോൺഗ്രസിൽ എടുക്കുന്ന നിലപാടുകൾ. എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. പരാതിക്കാരിയിലേക്ക് നേരിട്ട് എത്തുന്നില്ല, മറിച്ച് ഇതിൽ പോലീസിന് ഇമെയിൽ വഴി പരാതി നൽകിയ 2 വ്യക്തികളെ കണ്ട് അവരിൽ നിന്ന് മൊഴിയെടുത്ത് മുന്നോട്ട് പോകാനുള്ള നീക്കമാണ്. എന്തായാലും ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കം നിർണായകമാണ്. ഒരുപക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൻ്റെ നീക്കം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാവി നിശ്ചയിക്കുന്നത് കൂടിയാണ്.